ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേട്ടനൊരു വാവ ഉണ്ടായത് ഒരു 9 മാസം മുമ്പാണ്. അപ്പോൾ പുള്ളിക്കാരൻ അന്ന് തൊട്ട് ഇന്ന് വരേക്കും വാവയുടെ മുടി പഴനെ കൊണ്ട് വെട്ടിക്കാന്ന് പറഞ്ഞിട്ട് കാത്തു സൂക്ഷിക്കണ പൈസ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അതൊന്ന് പൊട്ടിക്കാൻ നിങ്ങളുടെ ഒരു ഇതിൽ തന്നെ നമ്മൾ അത് പൊട്ടിക്കോളൂ. അപ്പം നിങ്ങൾക്ക് ഗസ് ചെയ്യാം ആൾക്കാർക്ക് എത്ര രൂപ ഉണ്ടാവും എല്ലാം നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാം. ഞങ്ങൾ ഗസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അതിലേക്കാണ് പോണത്. എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ എല്ലാവരെയും കാണിച്ചു തരാം. അപ്പം അതെ, ഇതാണ് നമ്മുടെ കുടുക്ക. ഈ കുടുക്കയും പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ വസു. ശരിക്കും പേര് ദക്ഷിത്നാഥ്. ഞാൻ വിളിക്കണ വസു എന്നാണ്, ചേട്ടൻ വിളിക്കണ കേശു എന്നാണ്, ചേച്ചി വിളിക്കണ കേശു എന്നാണ്. അങ്ങനെ വസുവിന് കുറേ പേരുണ്ട്. അപ്പം അവനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അത് പൊട്ടിക്കാനായിട്ട്. അവൻ അതിൻ്റെ മുമ്പിൽ തന്നെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കണതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഗസ് ചെയ്യുക എത്ര രീതിയിലുണ്ടാകുമെന്ന് എല്ലാവർക്കും ഗസ് ചെയ്ത് പറയാം. അപ്പം അതേ നമ്മ കുടുക്ക പൊട്ടിക്കാൻ വേണ്ടി പോണേണ്. ഇതാണ് നമ്മുടെ വസുക്കുഞ്ഞ്. ഇതാണ് നമ്മുടെ കുടുക്ക. ഇതാണ് കുടുക്ക ഉണ്ടാക്കിയ ആള്. ഇത് ഒരു കുടുക്ക 2 ബാങ്കിലുണ്ട്. പുള്ളിക്കാരൻ കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യണതാണ്. അപ്പം അത് കൊണ്ടുവന്നിട്ടില്ല. ഇത് ചേച്ചിയുടെ അനിയനാണ്, ഞങ്ങളുടെ അളിയനാണ്. ഇതാണ് ഞങ്ങളുടെ അബി. ഇത് എൻ്റെ ചേച്ചി ആര്യ. അപ്പം നമുക്ക് ഇത് കുടുക്ക പൊട്ടിക്കലിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊന്ന് വിരിച്ചിട്ട് ചേച്ചി ഇപ്പോൾ എല്ലാവർക്കും കാണാനൊക്കെ ഇത്തിരി കൂടി ഈസി ആയിട്ട് നടക്കും. അപ്പോൾ നമ്മളിത് പൊട്ടിക്കാനായിട്ട് ഒരു കത്തിയാണ് കൊണ്ടുവന്നേക്കണത്. അപ്പോൾ കത്തി എടുത്തിട്ട് വരാം. ഇവിടെ നമുക്കൊരു കത്തിയുണ്ട്. അതാണ് അത് വെച്ചാണ് നമ്മൾ പൊട്ടിക്കണത്. ആരാണ് പൊട്ടിക്കണ ചടങ്ങ് നടത്തണത്? നിറച്ച ആൾ തന്നെ പൊട്ടിക്കട്ടെ. നിറച്ച ആൾക്ക് തന്നെ നമ്മൾ അത് കൊടുക്കണേണ്. അപ്പോൾ പുള്ളി അത് പൊട്ടിക്കാൻ പോണേണ്. അപ്പം എല്ലാവരും ഓക്കെ. കൈ ഇതാവാതെ നോക്കണേ. കൈ നോക്കണേ. അസു അപ്പൊ കുടുക്ക പൊട്ടിക്കൽ ചടങ്ങ് നടന്നിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ഇതിൽ എത്ര രൂപ ഉണ്ടെന്ന് എണ്ണാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഗസ് ചെയ്തൊരു ഇത് പറയാം, എമൗണ്ട് പറയാം. എന്നിട്ട് നമുക്ക് നോക്കാം ആരാണ് കറക്റ്റ് ആവണേന്ന് നോക്കാം. ഒരു പ്രോത്സാഹന സമ്മാനമൊന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പം നമ്മളിത് എണ്ണാൻ പോണേണ്. ഓക്കെ, സാധനമെങ്കിൽ മറിച്ചിടാം നമുക്ക്. അപ്പോൾ ഇതേ നമ്മ കൊയിനൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. വസ്തു അതിൽ കിടന്ന് അത്തക്കളൊക്കെ വരക്കുന്നുണ്ട് ചെറുതായിട്ട്. അടിപൊളി. അപ്പോൾ നമുക്കിത് നോക്കാം എത്ര രൂപ ഉണ്ടാവും നോക്കാം. അപ്പോൾ എല്ലാവരുടെയും ഗസ് നമുക്ക് ഇവിടെ തന്നെ, ഇവിടെ ഉള്ള ആൾക്കാരുടെ ഗസ് നമുക്ക് ചോദിക്കാം. അബി എത്ര രൂപ പറയണത്? ഞാനൊരു 5000. അബി ഒരു 5000 രൂപ പറയണ. ചേച്ചി എത്ര രൂപ പറയണ? ചേച്ചി ഒരു 6000 രൂപ ആണ്. ക്ലിൻ്റ് എത്ര രൂപ പറയണ? 5000. ക്ലിൻ്റ് 5000. അപ്പോൾ ഞാനൊരു 7500 രൂപ പറയണം. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് കറക്റ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മ ഇത് എണ്ണാൻ പോണേണ്. ഓക്കെ, അപ്പം അതിലേക്ക് പോവാം. അപ്പം നമ്മുടെ എണ്ണൽ പൂർത്തിയാക്കണേണ്. ഇതാണ് സംഭവം. എത്ര ഉണ്ടെന്ന് ഇപ്പം പറയാനുള്ള ഒരു കമ്പനിക്കാരൻ അത്ര തീക്കേണ്ട. അവൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം, അവൻ്റെ ഗസ് എന്താന്ന് നോക്കാം. സനു ഇങ്ങോട്ട് വന്നേടാ. സനു ഇങ്ങോട്ട് വാടാ. വസു, സനു എത്ര രൂപ ഉണ്ടാവുന്ന നിന്റെ ഒരു ഗസ്? 1300 ഉണ്ടാവുള്ളൂ സനു പറയണത്. അത് വളരെ കുറഞ്ഞു പോയി. നമുക്ക് ഇപ്പം കണക്ക് കൂട്ടിയപ്പോൾ ഒരു 3080 നമുക്ക് ഉള്ള ഇത്. 3087 ഇതാണ് സംഭവത്തിൻ്റെ.
ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ഗസ് തെറ്റിപ്പോയി. ഞാൻ 5500 അബി 5000 വരുന്നു, ചേച്ചി 3000, ചേച്ചി 6000, 7500. ഞാൻ 7500, ഞാൻ 5500 അല്ല. അപ്പൊ ഏറ്റവും കുറവ് പറഞ്ഞ അബിയാണ് വിജയിച്ചിരിക്കണത്. നമ്മയൊക്കെ കൂടുതലാണ്. 50 പൈസയുടെ വേണ്ടാത്ത കോയിനൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ വെറൈറ്റി കോയിൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൽ കുറേ വെറൈറ്റി കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അബിക്ക് അപ്പം 50 പൈസ കോയിൻ നമ്മൾ സമ്മാനമായിട്ട് നൽകിയേക്കണതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പം 3087 രൂപ ഏറ്റവും കുറഞ്ഞ ഒരു 4 മാസം കൊണ്ടാണ് ക്ലിൻറ്റ് ഇത്രയും പൈസ കൂട്ടിയേക്കണത്. ഇത് നമ്മുടെ വെറുതെ ദിവസ ചെലവും കഴിഞ്ഞിട്ട് നമ്മുടെ പേഴ്സിൽ വെറുതെ കിടക്കണ പൈസ അവനെടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് കൂട്ടി കിട്ടിയ പൈസയാണ്. ഏകദേശം ഒരു 4 മാസത്തിനുള്ളിലാണ് ഇത്രയും പൈസ നമുക്ക് കിട്ടിയത്. അപ്പം എല്ലാവർക്കും ഇത് നടക്കുന്ന കാര്യമാണ്. നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയൊരു ചിലവിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയത്. ഇപ്പം ഞങ്ങൾ എടുക്കാൻ പോകണമെന്ന് കിടന്നാണെങ്കിൽ ഞങ്ങൾ കൊച്ചിൻ്റെ മുടി വെട്ടാനായിട്ട് നമ്മുടെ പഴനിയിൽ പോകണതാണ്. അപ്പോൾ പഴനിയിൽ പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന ഒരു ചിലവിൻ്റെ ഒരു പൈസയുടെ ഭാഗമായിട്ട് നമ്മൾ ഇത് എടുക്കാനുണ്ട്. അപ്പം എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.